സംഭവിച്ചതെല്ലാം സത്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഷിബുവിന് ഇന്നും കഴിഞ്ഞിട്ടില്ല. അന്നത്തെ ആ രാത്രി തന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടതും കേട്ടതുമായ എല്ലാ ഭയസങ്കല്പങ്ങളെയും തകർത്ത് അയാളുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് കറുത്ത മഷി പോലെ പടർന്നു കയറിയ ഒരു പേടി സ്വപ്നമായിരുന്നു. പാലായ്ക്കടുത്ത് എലിക്കുളം എന്ന ഗ്രാമത്തിൽ ലോറി ഓടിച്ച് ഉപജീവനം കഴിക്കുന്ന 32 വയസ്സ് മാത്രമുള്ള ഒരു സാധാരണക്കാരനായിരുന്നു ഷിബു. കുടുംബം പോറ്റണം, കയ്യിലൽപ്പം കാശ് വേണം, പിന്നെ ഒരു ലോറി കൂടെ വാങ്ങണം. അത്രയുമായിരുന്നു ഷിബുവിൻ്റെ ആഗ്രഹങ്ങൾ. അതിനായി രാവും പകലും വണ്ടി ഓടിക്കും. കഠിനമായ പണികൾക്ക് പോലും യെസ് പറയും. അവൻ്റെ ലോറിക്ക് ഒരു പേരുണ്ടായിരുന്നു, ഗൗരി. പഴക്കമുണ്ടായിരുന്നെങ്കിലും വഴികളിലൂടെല്ലാം വിശ്വസ്തയോടെ അവൾ ഓടി നടന്നു. ഗൗരിയുടെ എഞ്ചിൻ്റെ ശബ്ദം ഷിബുവിന് തൻ്റെ ഹൃദയമിടിപ്പ് പോലെയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ആ സംഭവം നടക്കുന്നത്. അന്നൊരു കറുത്തവാവു രാത്രിയായിരുന്നു. മഴ കഴിഞ്ഞ് അന്തരീക്ഷം വല്ലാതെ തണുത്തുറഞ്ഞു നിന്നു. റബ്ബർ തോട്ടങ്ങൾക്ക് മുകളിലൂടെ ഒരു നേരിയ മൂടൽമഞ്ഞ് പാട പോലെ അലസമായി ഒഴുകി നടന്നു. രാത്രി ഏകദേശം 12:30. ഷിബു അത്താഴം കഴിഞ്ഞ് അടുത്ത ദിവസത്തെ ഓട്ടം പ്ലാൻ ചെയ്ത് കിടക്കാനൊരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത്. സാധാരണ ഈ സമയത്ത് ഫോൺ വിളികൾ വരാറില്ല. വന്നാൽ അത്യാവശ്യമുള്ള പണിയായിരിക്കും. ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവനൊന്ന് സംശയിച്ചു. തമ്പി. സ്വന്തം നാട്ടുകാരനാണ്, അടുപ്പമുള്ള സുഹൃത്താണ്. പക്ഷെ തമ്പി അവസാനമായി കണ്ടിട്ട് ഏതാണ്ട് 1 വർഷമെങ്കിലും ആയി കാണും. അവനിപ്പോൾ കാസർകോട്ടാണ് പണിയെടുക്കുന്നത് എന്നാണ് അറിവ്. ഹലോ തമ്പിയോ? ഷിബു കോൾ എടുത്ത് മെല്ലെ ചോദിച്ചു. മറുതലയ്ക്കിൽ നിന്നും ഒരു കിതച്ച ശബ്ദമാണ് കേട്ടത്. ഷിബു, നീ വണ്ടി എടുക്കുമോടാ? ഒരു അത്യാവശ്യ ഓട്ടമുണ്ട്. ഈ രാത്രിയിലോ? എവിടേക്കാണ്? കാസർഗോഡ് നിന്നാണോ വിളിക്കുന്നത്? ഷിബു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. അല്ല, നീ പെട്ടെന്ന് വരണം. പന്തളത്തടുത്തൊരു സ്ഥലമാണ്. നിനക്ക് എളുപ്പമെത്താൻ പറ്റും. ഒരുപാടില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. നീ വന്നേ പറ്റൂ. തമ്പിയുടെ ശബ്ദത്തിൽ ഒരു പരിഭ്രമമുണ്ടായിരുന്നു. അത് ഷിബുവിനെ അസ്വസ്ഥനാക്കി. സാധാരണ ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ല തമ്പി. എന്താടാ നിനക്കൊരു വെപ്രാളം? എങ്ങോട്ടാണ് സാധനം കൊണ്ടുപോകേണ്ടത്? എന്ത് സാധനമാണ്? ലോഡ് വലുതാണോ? ഷിബു ചോദ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ചോദിച്ചു. ലോഡ് അത്ര വലുതല്ല, പക്ഷേ അതൊരു പ്രത്യേകതരം സാധനമാണ്. ഷിബു, നിനക്ക് ഞാൻ നല്ല കാശ് തരാം. ഞാൻ നിനക്കൊരു 30,000 രൂപ അഡ്വാൻസ് ഇപ്പോൾ ഇട്ടേക്കാം. ബാക്കി ഇവിടെ എത്തുമ്പോൾ തരാം. ഇത് രഹസ്യമായിരിക്കണം, ആരും അറിയരുത്. 30,000 രൂപ അഡ്വാൻസോ? അത് കേട്ടപ്പോൾ ഷിബു ഒന്ന് ഞെട്ടി. ഒരു ചെറിയ ഓട്ടത്തിന് ഇത്രയും വലിയ തുക അഡ്വാൻസ് തരുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. രാത്രി ഈ സമയത്ത് അതും അത്രയും വലിയ തുക ഓഫർ ചെയ്യുമ്പോൾ അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഷിബുവിൻ്റെ ഉള്ളം മന്ത്രിച്ചു. എടാ തമ്പി, നീ എന്താണ് ഒളിച്ചു വയ്ക്കുന്നത്? എന്താണ് ആ രഹസ്യലോട്? എനിക്ക് പേടിയായിട്ടൊന്നുമല്ല, നീ തുറന്നു പറ, അല്ലെങ്കിൽ ഞാൻ വരില്ല. ഷിബു കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. ഞാനത് നീ ഇവിടെ എത്തുമ്പോൾ പറയാം. പക്ഷേ നീ ഇപ്പോൾ തന്നെ വണ്ടി എടുക്കണം, സമയം കളയാനില്ല. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. പേടിയായിട്ട് പോയാടാ ഷിബു. തമ്പിയുടെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. പട്ടാളച്ചിട്ടയോടെ ജീവിക്കുന്ന തമ്പിക്ക് പേടിയോ? ഷിബുവിന് ഒന്നും മനസ്സിലായില്ല. ശരി, നീ അഡ്വാൻസ് അയക്കേ. പക്ഷേ ഞാൻ അവിടെ എത്തിയാൽ ഉടനെ സത്യം പറഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വണ്ടി എടുക്കില്ല. സ്ഥലം വാട്സപ്പിൽ അയക്കണം, ഷിബു പറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത് മിനിറ്റുകൾക്കകം ബാങ്ക് അക്കൗണ്ടിൽ 30,000 രൂപ ക്രെഡിറ്റായ മെസ്സേജ് വന്നു. ഷിബുവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൻ വേഗം തന്നെ പഴയ ജീൻസും ഷർട്ടുമിട്ട് താക്കോലെടുത്തു. അമ്മ ഉറങ്ങുന്നതിനാൽ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി. ഷിബു ഗൗരിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. രാത്രിയുടെ നിശബ്ദതയിൽ അത് വലിയൊരു ഇരമ്പലായി മുഴങ്ങി. റോഡിൽ ഒരൊറ്റ വാഹനവുമില്ല. തമ്പി അയച്ച ലൊക്കേഷൻ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഷിബുവിന് ഒരു അങ്കലാപ്പ് തോന്നി. പന്തളത്ത് നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു മലയോര ഗ്രാമമാണ് ലക്ഷ്യം. അതിലും ഭീകരം, അവിടെയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് മാപ്പ് കാണിക്കുന്നത് എന്നതായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് മാപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. ചുറ്റും കാടുകളും റബ്ബർ തോട്ടങ്ങളും മാത്രം. ഇവൻ എന്തിനാണ് ഈ പാതിരാത്രിയിൽ ഈ കാട്ടുപ്രദേശത്ത്? ഷിബുവിന് ഉള്ളിൽ സംശയങ്ങൾ പെരുകി. വണ്ടി മുന്നോട്ട് പോകുന്തോറും അന്തരീക്ഷം മാറാൻ തുടങ്ങി. നാട്ടുവഴികളിലെ വീടുകളിലെല്ലാം വെളിച്ചമണഞ്ഞിരുന്നു. ചിവിയടുകളുടെ കരച്ചിലും ദൂരെ ഇവിടെയോ ഒരു നായയുടെ ഓരിയിടലും മാത്രം. ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് ടാർ ചെയ്യാത്ത ഒറ്റയടിപ്പാതയിലേക്ക് ഗൗരി പ്രവേശിച്ചു. മഴ പെയ്തു കുഴഞ്ഞ മണ്ണിലൂടെ ലോറി ഇഴഞ്ഞു നീങ്ങി. ലോറിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കഷ്ടിച്ച് മുന്നിലെ റോഡ് മാത്രം കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇരുവശത്തും ആകാശത്തേക്ക് കൂമ്പി നിൽക്കുന്ന റബ്ബർ മരങ്ങൾ. അവയുടെ ഇലകൾ ഇരുട്ടിൽ വലിയ കൈകൾ പോലെ തോന്നിച്ചു. ക്യാബിനിലെ റേഡിയോ ഓൺ ചെയ്യാൻ ഷിബുവിന് തോന്നിയില്ല. ആ നിശബ്ദതയിൽ അവന് തൻ്റെ ഹൃദയമിടിപ്പ് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. സമയം ഏകദേശം 1:30 കഴിഞ്ഞു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഷിബു കണ്ട കാഴ്ച അവനെ ഒന്ന് പിടിച്ചുലച്ചു. മുന്നിലെ റോഡിൽ ഒരു വലിയ മരം ഒടിഞ്ഞു വീണ് കിടക്കുന്നു. ലോറിക്ക് കടന്നു പോകാൻ പറ്റില്ല. അവൻ ലോറി നിർത്തി പുറത്തിറങ്ങി. മഴ പെയ്തതിൻ്റെ തണുപ്പ് എല്ലുകൾ തുളയ്ക്കുന്നത് പോലെ തോന്നി. അവൻ ഫോണെടുത്ത് തമ്പിയെ വിളിച്ചു.
എടാ റോഡിൽ മരം വീണ് കിടക്കുക, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഷിബു നീ എന്തെങ്കിലും ചെയ്ത് വേഗം വാ, എനിക്കിവിടെ നിന്ന് വട്ടായി. തമ്പി ഭ്രാന്തനെ പോലെ അലറി. നീ ശാന്തനായിട്ട് പറ, ഞാൻ എങ്ങനെ വരും, വഴി അടഞ്ഞു കിടക്കുവാണ്, ഷിബു പറഞ്ഞു. എടാ നീ ലോറി അവിടെ ഇട്, 1 കിലോമീറ്ററിൽ താഴെയേ കാണൂ. നീ നടന്നു വാ, ഞാൻ റോഡരികിൽ ഒരു പഴയ കലുങ്കിൻ്റെ അടുത്തുണ്ട്, വേഗം വാ, തമ്പി പറഞ്ഞു. ഷിബുവിന് ആകപ്പാടെ ഒരു മടുപ്പ് തോന്നി. തമ്പിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ 30,000 രൂപ അഡ്വാൻസ് വാങ്ങിയ സ്ഥിതിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അവൻ ലോറി ലോക്ക് ചെയ്ത് ടോർച്ച് ലൈറ്റ് എടുത്ത് വഴിയെ ഇറങ്ങി നടന്നു. ഇരുട്ടും തണുപ്പും മരങ്ങളുടെ ഗന്ധവും ഷിബുവിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. നടക്കുന്നതിനിടയിൽ അവൻ്റെ ചെരുപ്പുകൾ മണ്ണിൽ ചവിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒച്ചയുണ്ടായിരുന്നു. ആ ഒച്ച അവനെ തന്നെ പേടിപ്പിച്ചു. 1 കിലോമീറ്റർ എന്നത് നടന്നു പോകുമ്പോൾ ഒരുപാട് ദൂരമായി അവന് തോന്നി. അവൻ നടന്ന് തമ്പി പറഞ്ഞ കലുങ്കിനടുത്തെത്തി. റോഡിൽ അവിടെയിവിടെയായി പടർന്നു കിടക്കുന്ന പായലിൽ ചന്ദ്രന്റെ നേർത്ത വെളിച്ചം തട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. തമ്പി എവിടെടാ നീ, ഷിബു മെല്ലെ വിളിച്ചു. അതാ കലുങ്കിന്റെ മറുവിൽ നിന്നും ഒരു രൂപം എഴുന്നേറ്റു വരുന്നു. അത് തമ്പി തന്നെ, പക്ഷേ അവൻ തീർത്തും മാറിയിരിക്കുന്നു. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു, മുടിയെല്ലാം അലങ്കോലമായി കിടന്നു. അവന്റെ ദേഹമാകെ ചെളിയും മണ്ണും പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഷിബു നീ എന്താണ് എത്ര വൈകിയത്? തമ്പി ഓടി വന്ന് ഷിബുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവന്റെ കൈകൾ ഐസ് പോലെ തണുത്തിരുന്നു. നിനക്കെന്തു പറ്റി? എന്താണ് ഇങ്ങനൊരു കോലം? എവിടെയാണ് നിന്റെ ലോഡ്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഷിബു ശബ്ദം ഘടിപ്പിച്ചു. തമ്പി ചുറ്റും നോക്കി. എന്നിട്ട് ഷിബുവിൻ്റെ ചെവിയിൽ പതുക്കെ മന്ത്രിച്ചു. ആ മന്ത്രിച്ച വാക്കുകൾ ഷിബുവിൻ്റെ ഹൃദയത്തെ ഒരു നിമിഷത്തേക്ക് നിശ്ചലമാക്കി. ഷിബു, ലോഡ് അസ്ഥികളാണ്. ഷിബു ഞെട്ടി തമ്പിയിൽ നിന്നും അകന്നു മാറി. എന്താണ് നീ പറയുന്നത്? എന്തസ്ഥി? ആരുടെ അസ്ഥി? ഷിബു ഒരു ഞെട്ടലോടെ ചോദിച്ചു. നീ പേടിക്കുകയൊന്നും വേണ്ട, ഇത് നിയമപരമായി ചെയ്യുന്നതാണ്. എനിക്കൊരു കോൺട്രാക്റ്റ് കിട്ടി. ഇവിടെ ഒരു പഴയ ശ്മശാനമുണ്ട്, 100 വർഷത്തിലധികം പഴക്കമുള്ളത്. ആ ശ്മശാനം ഒഴിപ്പിച്ച് അവിടെ ഒരു ക്ഷേത്രം വരുന്നുണ്ട്. അതിനുവേണ്ടി കുഴിച്ചിട്ട അസ്ഥികളെല്ലാം എടുത്തുമാറ്റി വേറെ ദൂരെയുള്ള ഒരു വലിയ ശ്മശാനത്തിലേക്ക് മാറ്റണം. അതിൻ്റെ പണിയാണ്, തമ്പി വാക്കുകൾക്ക് വേണ്ടി പരതിക്കൊണ്ട് പറഞ്ഞു. ഷിബുവിൻ്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഈ പാതിരാത്രിയിൽ ശവപ്പറമ്പിലെ അസ്ഥികളോ? അതും നിയമപരമായി എന്ന് പറയുന്നു. അവനൊന്നാലോചിച്ചു. പക്ഷേ ഷിബുവിന് ഭയം തോന്നി. അതൊരു അശുഭകരമായ കാര്യമാണ്. വേണ്ട തമ്പി, എനിക്ക് ഈ പണി വേണ്ട. ഞാൻ നീ തന്ന അഡ്വാൻസ് തിരികെ തരാം. ഞാൻ പോകുന്നു. ഷിബു തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഉടനെ തമ്പി അവനെ പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചു. നിൽക്കു ഷിബു, നീ ഇങ്ങനെ പോയാൽ ഞാൻ കുടുങ്ങും. ഞാൻ നിന്നോട് സത്യം ചെയ്യാം, ഇതാണ് എൻ്റെ അവസാനത്തെ ഓട്ടം. ഈ പണി തീർന്നാൽ ഞാൻ ഈ പരിപാടി നിർത്തും. നീയില്ലെങ്കിൽ ഈ ലോഡ് എനിക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല. പണിക്ക് വന്ന ആളുകളെല്ലാം പോയി. നീ മാത്രമാണ് എനിക്കുള്ള ഏക ആശ്രയം. ഞാൻ നിനക്ക് 50,000 രൂപ കൂടെ തരാം. മൊത്തം 80,000 രൂപ. ദയവായി നീ എന്നെ സഹായിക്കണം. ഒരുതരം വിഭ്രാന്തി ബാധിച്ച പോലെ തമ്പി പറഞ്ഞു. 80,000 രൂപ. ഷിബുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ഒരു സാധാരണ ഓട്ടത്തിന് കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി. അവൻ ആകെ വലഞ്ഞു. പണം വേണം, പക്ഷേ ഈ പണി? എവിടെയാണ് ഈ ശ്മശാനം? എങ്ങോട്ടാണ് കൊണ്ടുപോവേണ്ടത്? ഷിബു ശാന്തമായി ചോദിച്ചു. ഇവിടെ അടുത്ത്. ഈ കലുങ്ക് കഴിഞ്ഞാൽ ഒരു ചെറിയ കയറ്റം കയറി വലത്തോട്ട് തിരിയണം. അവിടെ കുറച്ച് ദൂരം നടന്നാൽ മതി. നിന്റെ വണ്ടി ഞാൻ അവിടേക്ക് എത്തിക്കാം. തമ്പിയുടെ വാക്കുകൾ കേട്ട് ഷിബുവിന് വേറെ വഴിയില്ലെന്ന് തോന്നി. അവൻ സമ്മതമറിയിച്ചു. എങ്കിൽ നടക്ക്. ഷിബു തമ്പിയോടൊപ്പം നടന്നു. കലുങ്ക് കടന്ന് കയറ്റം കയറി വലത്തോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ അന്തരീക്ഷം വീണ്ടും മാറി. അവിടെയുള്ള മരങ്ങൾക്കെല്ലാം വല്ലാത്തൊരു കറുപ്പാണ്. ഇലകൾ നിഴലുകൾ പോലെ തോന്നി. അവിടെ ഒരു പഴയ ഇരുമ്പ് ഗേറ്റും അതിനപ്പുറം ഒരു കുന്നിൻ ചെരുവിലായി നിരന്ന കല്ലറകളും കണ്ടപ്പോൾ ഷിബുവിൻ്റെ നെഞ്ചൊന്നു കാളി. അതൊരു പഴയ ക്രിസ്ത്യൻ ശ്മശാനമായിരുന്നു. കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്തോറും കല്ലറകളുടെ എണ്ണം കൂടി വന്നു. പല കല്ലറകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയായിരുന്നു. അക്ഷരങ്ങൾ മാഞ്ഞുപോയ കല്ലുകളും പൊട്ടിപ്പൊളിഞ്ഞ കുരിശുകളും. നനഞ്ഞ മണ്ണിൻ്റെയും പഴകിയ മരങ്ങളുടെയും ഒരുമിച്ചുള്ള ഗന്ധത്തോടൊപ്പം ഭയത്തിൻ്റെ ഒരു പ്രത്യേക ഗന്ധവും അവിടെ നിറഞ്ഞു നിന്നു. ഷിബു, ഇതാണ് സ്ഥലം. തമ്പി അവനെ അവിടെ നിർത്തിയിട്ട് വേഗം ഒരു ചെറിയ ഷെഡിലേക്ക് നടന്നു. ഷിബു ചുറ്റും നോക്കി. രാത്രിയുടെ ആഴത്തിൽ ആ ശ്മശാനം വല്ലാത്തൊരു നിശബ്ദതയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കാറ്റ് വീശുമ്പോൾ മരച്ചിലകൾ കല്ലറകൾക്ക് മുകളിലൂടെ കൈകൾ വീശുന്നതുപോലെ തോന്നി. തണുപ്പ് വീണ്ടും കൂടി. തമ്പി ഷെഡിൽ നിന്നും ഒരു ഇരുമ്പ് കമ്പിയും മണ്ണെണ്ണ വിളക്കും എടുത്തു വന്നു. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വണ്ടി എടുക്കാൻ പോകാം. നിന്റെ ലോറിയുടേക്ക് കയറ്റാൻ ഒരു വഴിയുണ്ട്. വഴിയോ? മരം വീണ് കിടക്കുകയല്ലേ? ഷിബു ചോദിച്ചു. അത് നീ നോക്കണ്ട, ഈ മരം വീഴ്ചയൊക്കെ സാധാരണമാണ്. തമ്പി ചിരിച്ചു. ഒരു വല്ലാത്ത ചിരി. അത് ഷിബുവിനൊട്ടും പിടിച്ചില്ല. തമ്പി ഇരുട്ട് നിറഞ്ഞ വഴിയിലേക്ക് നടന്നു. ഷിബു ആ ശ്മശാനത്തിൽ ഒറ്റയ്ക്കായി. അവൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. തണുപ്പുകൊണ്ടല്ല, ഭയം കൊണ്ട്.
ആ സ്ഥലത്ത് ആ സമയത്ത് നിൽക്കേണ്ടി വന്നത് ഒരു ശാപമായി അവന് തോന്നി. ഷിബുവിന് തല കറങ്ങുന്നതായി തോന്നി. അവൻ നിലത്ത് ഒരു കല്ലറയുടെ മൂലയിലിരുന്നു. അപ്പോഴാണത് സംഭവിച്ചത്. അവൻ ഇരുന്ന കല്ലറയുടെ അടുത്തുള്ള ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞ കല്ലറ. അതിൽ കൊത്തിവെച്ച ലിപികൾ അവ്യക്തമായിരുന്നു. അതിനടുത്തു നിന്നാണ് അവൻ ആ ശബ്ദം കേട്ടത്. ഒരു നേർത്ത ശബ്ദം, മണ്ണിൽ എന്തോ വലിച്ചു നീക്കുന്നത് പോലെ. ഷിബു വേഗം ടോർച്ച് ലൈറ്റ് എടുത്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അടിച്ചു. അവിടെ കല്ലറയുടെ മൂലയിൽ കറുത്തിരണ്ട രൂപത്തിലുള്ള ഒരു പൂച്ച. അതിൻ്റെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങി. അതവനെ തന്നെ നോക്കി നിന്നു. ഷിബു പേടിച്ചെഴുന്നേറ്റു. ഓഹ്, പൂച്ചയായിരുന്നോ? അവൻ സ്വയം ആശ്വസിച്ചു. പക്ഷെ ആ പൂച്ചയുടെ നോട്ടം, അതിലൊരു സാധാരണ പൂച്ചയുടെ നിഷ്കളങ്കതയുണ്ടായിരുന്നില്ല. അവൻ ആ പൂച്ചയെ തന്നെ നോക്കി നിന്നു. ആ സമയം ആ പൂച്ചയുടെ കണ്ണുകൾ മനുഷ്യൻ്റെ കണ്ണുകൾ പോലെയാണ് എന്നവന് തോന്നി. ഷിബുവിൻ്റെ കയ്യിൽ നിന്നും ടോർച്ച് ലൈറ്റ് താഴേക്ക് വീണു. അവൻ കൈകൾ നെഞ്ചിൽ വെച്ചു. നെഞ്ചിടിപ്പ് അസാധാരണമാം വിധം വേഗത്തിലായി. അപ്പോഴാണ് ദൂരത്തു നിന്നും ഗൗരിയുടെ ഇരമ്പൽ കേട്ടത്. തമ്പി അവൾക്ക് വഴിയുണ്ടാക്കിയിരിക്കുന്നു. ഏതാണ്ട് 5 മിനിറ്റിനകം ഗൗരിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ശ്മശാനത്തിലെ ഗേറ്റിൽ പതിച്ചു. ഗൗരിയുടെ വരവ് ഷിബുവിന് ഒരു ആശ്വാസമായി തോന്നി. പക്ഷേ ആ ആശ്വാസം അധിക നേരം നീണ്ടു നിന്നില്ല. തമ്പി ലോറി ശ്മശാനത്തിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റി. സാധാരണ റോഡിൽ ഓടിക്കുന്ന വേഗതയിലല്ല അവൻ ലോറി ഓടിച്ചത്. വല്ലാത്തൊരു വെപ്രാളത്തോടെയാണ് അവൻ ബ്രേക്ക് ചവിട്ടിയത്. വാ ഷിബു, വേഗം വാ, നമുക്കിത് പെട്ടെന്ന് തന്നെ തീർക്കണം. തമ്പി ലോറിയിൽ നിന്നും ഇറങ്ങി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ണെണ്ണ വിളക്ക് അവൻ ലോറിയുടെ ബോഡിയിൽ വെച്ചു. ആ വെളിച്ചത്തിൽ ഷിബുവിന് ആ കാഴ്ച വ്യക്തമായി കാണാമായിരുന്നു. ശ്മശാനത്തിൻ്റെ ഒരറ്റത്ത് നിരനിരയായി മണ്ണിൽ കുഴികളുണ്ടാക്കിയിരിക്കുന്നു. ആ കുഴികൾക്കരികിൽ വലിയ ചാക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ആ ചാക്കുകളിൽ നിന്നും വല്ലാത്തൊരു ഗന്ധം വമിക്കുന്നു. അത് സാധാരണ ഗന്ധമായിരുന്നില്ല. കാലപ്പഴക്കം ചെന്ന എന്തോ ഒന്നിൻ്റെ ഗന്ധം. അതാണ് ആ ചാക്കുകളിൽ നിറച്ചിരിക്കുന്നത്. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നതിൻ്റെ ഒരു ലക്ഷണവും ഷിബുവിന് കാണാൻ കഴിഞ്ഞില്ല. തമ്പി ഒറ്റയ്ക്ക് ഈ പണി ചെയ്യുകയായിരുന്നു എന്നവന് മനസ്സിലായി. എടാ, നിനക്ക് സഹായത്തിന് വേറെ ആരെയും കിട്ടിയില്ലേ ഈ പണി ഒറ്റയ്ക്ക് ചെയ്യാൻ? ഷിബു ചോദിച്ചു. അത് കേട്ട് തമ്പി ഷിബുവിനെ നോക്കി ചിരിച്ചു. ആളെ കിട്ടിയിരുന്നു, പക്ഷെ അവർ ഓടിപ്പോയി. ഈ പണി ഇത് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റിയതല്ല ഷിബു. തമ്പി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു ഭ്രാന്തൻ്റെ തിളക്കം ഷിബു കണ്ടു. നീ പേടിക്കാതെ, ഞാനുണ്ട് കൂടെ. ലോഡ് കയറ്റാൻ സഹായിച്ചാൽ മതി. നമുക്കധികം സംസാരിക്കണ്ട, വേഗം തീർക്കാം. നീ ലോഡ് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഷിബു തൻ്റെ ഭയം ഉള്ളിലൊതുക്കി പ്രായോഗികമായി ചിന്തിക്കാൻ ശ്രമിച്ചു. ഇടുക്കിയിൽ ഒരു സ്ഥലത്തേക്ക് ഞാൻ വഴി പറഞ്ഞു തരാം. വാ, നമുക്ക് ചാക്കുകൾ ലോറിയിൽ കയറ്റാം. അവർ രണ്ടുപേരും കൂടി ചാക്കുകൾ ലോറിയിലേക്ക് കയറ്റാൻ തുടങ്ങി. ചാക്കുകൾക്ക് അത്ര ഭാരമൊന്നും തോന്നിയില്ല. എങ്കിലും എന്തോ ജീർണിച്ച മനുഷ്യൻ്റെ ശേഷിപ്പുകൾ ചുമക്കുക, ആ ചിന്ത ഷിബുവിൻ്റെ ഉള്ളിൽ ഭയം നിറച്ചു. ഏകദേശം 20ഓളം ചാക്കുകൾ. ഓരോ ചാക്കുമെടുത്ത് ലോറിയുടെ ബോഡിയിലേക്ക് വയ്ക്കുമ്പോൾ ഷിബുവിന് കൈകൾ വിറച്ചു. 6ാമത്തെ ചാക്കെടുക്കുമ്പോൾ ഷിബുവിൻ്റെ കൈകളിൽ എന്തോ ഒന്ന് തട്ടി. ആ ചാക്കിൽ നിന്നും ഒരു കൈവിരൽ പുറത്തേക്ക് തെറിച്ചു വീണു. ഷിബു ഞെട്ടിത്തരിച്ചുപോയി. അവൻ ഭയന്നൊച്ച വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വായിൽ നിന്നും ശബ്ദം പുറത്തു വന്നില്ല. അവൻ പേടിച്ച് ആ ചാക്ക് നിലത്തിട്ടു. എന്താടാ ഇത് കൈവിരലല്ലേ? ഷിബു അല്പം ശബ്ദത്തിൽ ചോദിച്ചു. തമ്പി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ കൈവിരലെടുത്ത് ചാക്കിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഷിബുവിനെ നോക്കി. പേടിക്കണ്ട, ഇതൊരു വിരൽ മാത്രമാണ്. അസ്ഥികൾ എടുക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. നീ വേഗം കയറ്റ്. തമ്പിക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. തമ്പിയുടെ ആ മനോഭാവം ഷിബുവിനെ കൂടുതൽ ഭയപ്പെടുത്തി. അവനിതെല്ലാം ഒരു സാധാരണ പണി ചെയ്യുന്നത് പോലെയാണ് കാണുന്നത്. തമ്പിയുടെ ഭയം വെറും അഭിനയമായിരുന്നോ? അതോ അവൻ്റെ ഭയം മറ്റൊരു തരത്തിലായിരുന്നോ? ഷിബു തൻ്റെ ഭയം ഉള്ളിലൊതുക്കി. കയ്യിൽ കിട്ടിയ അത്രയും വലിയ തുക അതുപേക്ഷിക്കാൻ അവൻ്റെ മനസ്സനുവദിച്ചില്ല. അവൻ വീണ്ടും ചാക്കുകൾ കയറ്റാൻ തുടങ്ങി. ചാക്കുകൾ ലോറിയുടെ ബോഡിയിൽ അടുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവയിൽ നിന്നും എന്തോ ഒരൊച്ച കേട്ടു. അത് ചാക്കുകൾ ഉരസുന്നതിൻ്റെ ശബ്ദമായിരുന്നില്ല, മറിച്ച് അവയ്ക്കുള്ളിലുള്ള എല്ലുകൾ തമ്മിൽ തട്ടുന്ന ശബ്ദമായിരുന്നു. ഷിബുവിൻ്റെ ശരീരം വിയർക്കാൻ തുടങ്ങി. തണുപ്പുള്ള രാത്രിയിലും നെറ്റിയിൽ നിന്നും വിയർപ്പൊഴുകി. തീർന്നു ഷിബു, ഇനി ബാക്കി പണികളെല്ലാം എൻ്റേതാണ്. തമ്പി ചാക്കുകളെല്ലാം കയറ്റിക്കഴിഞ്ഞ് ലോറിയുടെ ബോഡിയുടെ വശത്തുള്ള വാതിലടച്ചു. എങ്കിൽ നമുക്കിറങ്ങാം. ഷിബു വേഗം ലോറിയുടെ ക്യാബിനിലേക്ക് കയറി. ലോറിയുടെ ക്യാബിനിലേക്ക് കയറുന്നതിനു മുമ്പ് തമ്പി ഒരു നിമിഷം ശ്മശാനത്തിലെ ആ കല്ലറകളിലേക്ക് നോക്കി. എന്നിട്ട് വളരെ പതുക്കെ ഒരു ചുവന്ന തുണി കഷ്ണം നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട്? ഷിബു ചോദിച്ചു. ഒരുപാട് ദൂരമുണ്ട്. ഇടുക്കി മലമുകളിലെ ഒരു പഴയ പറമ്പിലേക്കാണ്. ഏകദേശം 5 മണിക്കൂറിലധികം എടുക്കും. തമ്പി പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ തുണിയും നൂലുമെടുത്ത് ലോറിയുടെ ഡാഷ്ബോർഡിൽ വെച്ചു. ഒരു തകിടോ ഏലസോ പോലെ എന്തോ ഒന്നായിരുന്നു അത്.
ഇതെന്താണ്? ഷിബു ചോദിച്ചു. ഇതോ, ഇത് ഇത് നമ്മളെ രക്ഷിക്കാൻ. നീ പേടിക്കാതെ ഓടിച്ചോ, ഞാൻ വഴി പറഞ്ഞു തരാം. തമ്പി ഷിബുവിനെ നോക്കി. അവൻ്റെ കണ്ണുകൾ അപ്പോഴും ചുവന്നു തന്നെയായിരുന്നു. ഷിബു ലോറി പുറകോട്ടെടുത്തു. ശ്മശാനത്തിൻ്റെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് തിരിയുമ്പോൾ അവൻ അറിയാതെ ലോറി ഒന്ന് ബ്രേക്ക് ചെയ്തു. അവൻ ബാക്ക് മിററിലൂടെ ശ്മശാനത്തിലേക്ക് നോക്കി. തമ്പിയോടൊപ്പം താനും എന്തിനാണ് ഈ മരണത്തിൻ്റെ കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെട്ടത്? ലോറി മലയിറങ്ങാൻ തുടങ്ങി. ഇരുവശത്തും കട്ടിയുള്ള കാട്, ഭയം നിറഞ്ഞ നിശബ്ദത. തമ്പി വാ തുറന്ന് ഒന്നും സംസാരിക്കുന്നില്ല. അവനെന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ്. ഷിബുവിൽ അത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. എടാ തമ്പി, നിനക്കെന്തു പറ്റി? നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? എനിക്ക് സംസാരിക്കാൻ വയ്യടാ. ഈ പണി എൻ്റെ ഊർജം മുഴുവൻ ഊറ്റിക്കളഞ്ഞു. നീ വണ്ടി ഓടിച്ചോ, എനിക്ക് പേടിയുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. തമ്പി ചുരുണ്ടുകൂടി സീറ്റിലിരുന്നു. ഷിബു ലോറിയുടെ വേഗത കൂട്ടി. എത്രയും വേഗം ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ ഏകദേശം അരമണിക്കൂറോളം അവർ വണ്ടി ഓടിച്ചു. രാത്രി 2:30 കഴിഞ്ഞിരിക്കുന്നു. മൂടൽമഞ്ഞ് വല്ലാതെ കൂടിയിട്ടുണ്ട്. ലോറിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം പോലും മഞ്ഞിൽ അലിഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഷിബുവിന് തോന്നി. ആ സമയത്താണ് ലോറിയുടെ ബോഡിയിൽ നിന്നും ഒരു നേർത്ത ശബ്ദമുയർന്നത്. ആരോ ലോറിയുടെ ബോഡിയിൽ തട്ടുന്നതുപോലെ. ഷിബു ഞെട്ടി തമ്പിയെ നോക്കി. തമ്പി കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. എന്താടാ അത്? ഷിബു ചോദിച്ചു. തമ്പി കണ്ണുകൾ തുറക്കാതെ മറുപടി പറഞ്ഞു. നീ അതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചോ. അത് ചാക്കുകൾ തട്ടുന്ന ശബ്ദമായിരിക്കും. അല്ല തമ്പി, ഇത് ചാക്കുകൾ തട്ടുന്ന ശബ്ദമല്ല. ഇത് വേറെന്തോ തട്ടുന്ന ശബ്ദമാണ്. എന്തോ ഒന്ന് ലോറിയുടെ ബോഡിയിൽ വന്ന് തട്ടുന്നു. ഷിബുവിൻ്റെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു. അവൻ ലോറിയുടെ വേഗത കുറച്ചു. വീണ്ടും ആ ശബ്ദം കേട്ടു. ഇത്തവണ ആ ശബ്ദത്തിന് ശക്തി കൂടിയിട്ടുണ്ട്. അത് കൃത്യമായി ഒരടി പോലെ തോന്നി. ഷിബുവിൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അവൻ ഗൗരിയുടെ ബ്രേക്കിൽ ശക്തിയായി ചവിട്ടി. ടയറുകൾ മണ്ണിലുരസി ലോറി നിന്നു. എന്താടാ ഇത്? വണ്ടി നിർത്താതെ ഓടിച്ചോണ്ടു പോ, തമ്പി അലറി. എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാതെ ഞാൻ മുന്നോട്ടു പോകില്ല. ആ ശബ്ദം, അത് കേൾക്കാൻ നിനക്ക് ചെവിയില്ലേ? ഷിബു ടോർച്ച് ലൈറ്റ് എടുത്ത് തമ്പിക്ക് നേരെ നീട്ടി. വേണ്ട ഷിബു, നീ നോക്കണ്ട, നീ മുന്നോട്ട് പോയാൽ മതി. തമ്പി അവനെ പിടിച്ചു. ഞാൻ നോക്കും. ഷിബു ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. തമ്പി അവനെ പിടിക്കാൻ നോക്കിയെങ്കിലും ഷിബു അവനിൽ നിന്നും കുതറി മാറി. അവൻ വേഗം ലോറിയുടെ പുറകിലേക്ക് നടന്നു. മൂടൽമഞ്ഞിൽ ലോറിയുടെ ബോഡി വല്ലാത്തൊരു രൂപമായി തോന്നി. അവൻ ടോർച്ച് ലൈറ്റ് ലോറിയുടെ ബോഡിയിലടിച്ചു. ക്യാബിനിലെ ചില്ലുകൾക്കിടയിലൂടെയുള്ള ചെറിയ വിടവിലൂടെ അവൻ ലോറിയുടെ ബോഡിയുടെ ഉള്ളിലേക്ക് നോക്കി. അവിടെ ചാക്കുകൾക്കിടയിൽ അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഭയം അവനെ ഒരു സ്തംഭനത്തിലേക്ക് തള്ളിവിട്ടു. 6 ചാക്കുകൾ. ആ ചാക്കുകൾക്ക് മുകളിലായി കറുത്ത നേർത്ത രൂപത്തിലുള്ള 6 കൈകൾ. ആ കൈകൾ ആ ചാക്കുകളിൽ താളത്തിൽ തട്ടുന്നു. അത് ലോറിയുടെ ബോഡിയിൽ ചാക്കുകൾ തട്ടുന്ന ശബ്ദമായിരുന്നില്ല. ആ ചാക്കുകളിൽ നിറച്ച അസ്ഥികളിൽ നിന്നും ഉയർന്നു വന്ന 6 ആത്മാവുകൾ ലോറിയുടെ ബോഡിയിൽ തട്ടുന്ന ശബ്ദമായിരുന്നു. ആ കൈകൾ വളരെ നീളമുള്ളതായിരുന്നു. അവ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷിബു ടോർച്ച് ലൈറ്റ് അതിലേക്ക് അടിച്ചപ്പോൾ ആ കൈകൾ വെളിച്ചത്തിൽ മെല്ലെ അപ്രത്യക്ഷമാവുന്നത് പോലെ തോന്നി. ഷിബുവിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശരീരം തണുത്തുറഞ്ഞു. അവൻ വേഗം തിരിഞ്ഞ് ക്യാബിനിലേക്ക് ഓടി. എന്താടാ കണ്ടത്? ഷിബു കിതച്ചുകൊണ്ട് ക്യാബിനിലിരുന്നപ്പോൾ തമ്പി പേടിയോടെ ചോദിച്ചു. നീ എന്താണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ലോഡിൽ വേറെ ആളുകളുണ്ട്. 6 ആളുകൾ. അവർ തട്ടുന്നു. ഷിബു ഭയം കൊണ്ട് വിക്കി പറഞ്ഞു. തമ്പി തലകുനിച്ചു. എനിക്കറിയാമായിരുന്നു അവർ കൂടെയുണ്ടാകുമെന്ന്. അതിൻ്റെ അവകാശികൾ. ഷിബു, ഞാൻ നിന്നോടൊരു നുണ പറഞ്ഞു. ഇത് നിയമപരമല്ല. ഈ ശ്മശാനം ഒഴിപ്പിക്കുന്നത് പലർക്കും ഇഷ്ടമായിട്ടില്ല. അവിടെയുണ്ടായിരുന്ന അസ്ഥികളിൽ ഒരു ശക്തിയുണ്ട്. ആ അസ്ഥികളാണ് ഈ ലോഡിൽ. അതിൻ്റെ ഉടമസ്ഥർ നമ്മളോടൊപ്പമുണ്ട്, തമ്പി പറഞ്ഞു. നീ നുണ പറഞ്ഞാണല്ലേ നീ പണിക്ക് വിളിച്ചത്? ഷിബുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഷിബു. നീ ഇല്ലെങ്കിൽ ഞാൻ കുടുങ്ങും. നമുക്കിത് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം. നീ ഇപ്പോൾ ഒരൊറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. എൻ്റെ കയ്യിലുള്ള ഈ തകിട് ഇത് ലോറിയുടെ സ്റ്റീറിംഗ് വീലിൽ കെട്ടണം. എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ ഓടിച്ചോ. ഒരു കാരണവശാലും പുറകിലേക്ക് നോക്കരുത്. ആ ബോഡിയിൽ നിന്നും എന്ത് ശബ്ദം കേട്ടാലും നീ തിരിഞ്ഞു നോക്കരുത്. നോക്കിയാൽ അവർ നമ്മളെ കൊണ്ടുപോകും. ഷിബുവിന് ആകെ ഭ്രാന്തെടുക്കുന്നത് പോലെ തോന്നി. ഈ നിമിഷം ലോറി ഇവിടെ നിർത്തിയിട്ട് ഓടിപ്പോയാലോ എന്നവൻ ചിന്തിച്ചു. പക്ഷേ അതിനവൻ്റെ മനസ്സനുവദിച്ചില്ല. തൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മുന്നോട്ട് ഓടിയേ പറ്റൂ. അവൻ പേടിയോടെ ആ തകിടെടുത്ത് സ്റ്റീറിംഗ് വീലിൽ കെട്ടി. എന്നിട്ട് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് റേഡിയോയുടെ വോളിയം കൂട്ടി. തൻ്റെ ഗൗരിക്ക് ശക്തിയായി ആക്സിലേറ്റർ കൊടുത്തു. ലോറി മലയിടുക്കുകളിലൂടെ അതിവേഗത്തിൽ മുന്നോട്ടു പാഞ്ഞു. ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ ഷിബു വണ്ടി ഓടിച്ചു.
ആ രാത്രിയിലെ ഓരോ നിമിഷവും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗമായി അനുഭവപ്പെട്ടു. ഷിബു ലോറിയുടെ ആക്സിലേറ്ററിൽ കാൽ അമർത്തിപ്പിടിച്ചു. ഗൗരിയുടെ ഡീസൽ എഞ്ചിൻ ആ മലമ്പാതയിൽ നിന്ന് രക്ഷപ്പെടാൻ വെമ്പൽ കൊള്ളുന്നതുപോലെ ഇരമ്പി. ഈ ഭൂമിയിൽ തൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഏകമാർഗം ഈ ലോറി മാത്രമാണെന്ന് അവൻ വിശ്വസിച്ചു. സ്റ്റിയറിംഗ് വീലിലെ തമ്പിയുടെ തകിട് കെട്ടിയ ഏലസ് തൻ്റെ രക്ഷയാണെന്ന് അവൻ അറിയാതെ മനസ്സിൽ മന്ത്രിച്ചു. തമ്പിയുടെ അവസ്ഥ അവനെ വല്ലാതെ ഭയപ്പെടുത്തി. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ച് സീറ്റിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. അവൻ്റെ ചുണ്ടുകൾ എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കേൾക്കാൻ ഷിബുവിന് കഴിഞ്ഞില്ല. അവൻ്റെ കാതുകളിൽ നിറഞ്ഞു നിന്നത് ലോറിയുടെ ഇരമ്പലും ടയറുകളുടെ ഓരിയിടലും പിന്നെ പുറകിലെ ബോഡിയിൽ നിന്നുള്ള ആ ഭീകരമായ ശബ്ദവും മാത്രമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം കേട്ട തട്ടുന്നത് പോലെയുള്ള ശബ്ദം മാറി. ഇപ്പോൾ അത് കൂടുതൽ വ്യക്തവും അടുത്തുമായി തോന്നി. അത് ഉണങ്ങിയ മരം നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഉണങ്ങിയ എല്ലുകൾ പരസ്പരം ഉരസുന്നത് പോലെ ഒരു ശബ്ദമായിരുന്നു. എന്തു വന്നാലും പുറകോട്ട് നോക്കില്ല എന്ന് ഷിബു തീരുമാനിച്ചിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ബാക്ക് മിററിലേക്ക് പാളി നോക്കി. ബാക്ക് മിററിൽ ഇരുട്ട് മാത്രം. പുറകിലെ ലോഡ് ഒരു വലിയ ഇരുണ്ട നിഴലായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. തമ്പി, എത്ര ദൂരമുണ്ട് ഇനിയും? ഷിബുവിൻ്റെ ശബ്ദം വരണ്ടുപോയിരുന്നു. തമ്പി കണ്ണുകൾ തുറക്കാതെ തന്നെ മറുപടി പറഞ്ഞു. മല കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറഞ്ഞത് 3 മണിക്കൂർ. ഒരു കാരണവശാലും നിർത്തരുത്. അവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര്? 6 പേർ. നീ കണ്ടില്ലേ കൈകൾ? അവർക്ക് തണുക്കുന്നുണ്ടാവും. അവരുടെ ശരീരം എടുത്തു മാറ്റിയില്ലേ? അവർക്ക് വിശ്രമിക്കാനിടമില്ലാതായി. അവർ പ്രതികാരം ചെയ്യും. തമ്പി ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ചു. തൻ്റെ നെഞ്ചിൽ ഒരു ഭാരമുള്ള കല്ലെടുത്തു വെച്ചതുപോലെ ഷിബുവിന് തോന്നി. പ്രതികാരം. 6 പേരുടെ അസ്ഥികളാണ് ഈ ലോഡിൽ. ഇത് വെറും അസ്ഥികളല്ല, ഇത് 6 ജീവനുകളാണ്. ഇടുക്കിയുടെ മലഞ്ചെരുവിലേക്ക് ലോറി കയറി തുടങ്ങി. തണുപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. റബ്ബർ തോട്ടങ്ങൾക്ക് ശേഷം ഇപ്പോൾ വഴിയരികിൽ പുൽമേടുകളും കൂറ്റൻ മലകളും മാത്രമായി. മൂടൽമഞ്ഞ് കനത്തു വന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മീറ്ററുകൾക്കപ്പുറം കടക്കുന്നില്ല. ഷിബു ലോറിയുടെ വൈപ്പറുകൾ ഓണാക്കി. വൈപ്പറുകൾ ചില്ലിൽ തട്ടുമ്പോൾ വെള്ളമൊഴുകി താഴുന്നതിനേക്കാൾ വേഗത്തിൽ മഞ്ഞ് ചില്ലിൽ കട്ട പിടിക്കുന്നുണ്ടോ എന്ന് അവന് സംശയം തോന്നി. ആ സമയത്താണ് ഷിബു ഒരു കാര്യം ശ്രദ്ധിച്ചത്. ക്യാബിനിലെ തണുപ്പ്. പുറത്ത് തണുപ്പാണ് ശരി, പക്ഷേ എഞ്ചിൻ ഓടുന്ന ലോറിയുടെ ക്യാബിനുള്ളിൽ ഈ തണുപ്പ് അനുഭവപ്പെടാൻ പാടില്ല. അതും എല്ലുകൾ തുളയ്ക്കുന്ന ഒരു പ്രത്യേകതരം തണുപ്പ്. മരവിച്ചു പോകുന്ന തണുപ്പ്. എടാ, ഇവിടെ വല്ലാതെ തണുക്കുന്നല്ലോ, ഷിബു പല്ലുകൾ കടിച്ചു പിടിച്ചു ചോദിച്ചു. തമ്പി കണ്ണുകൾ തുറന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അവൻ ഷിബുവിനെ നോക്കി. എന്നിട്ട് സീറ്റിനടിയിൽ നിന്ന് ഒരു പഴയ ബ്ലാങ്കറ്റ് എടുത്ത് ദേഹത്തേക്ക് ചുറ്റി. അവർ നമ്മളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീ AC ഓൺ ചെയ്ത പോലെ തോന്നും, പക്ഷേ അത് തണുപ്പല്ല. അത് ഭയമാണ്. ആത്മാക്കൾക്ക് തണുപ്പ് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ, തമ്പി പറഞ്ഞു. ഷിബുവിന് ആകെ തല കറങ്ങുന്നത് പോലെ തോന്നി. തണുപ്പ് മാത്രമല്ല, കൂടെ ഒരു വല്ലാത്ത ഗന്ധവും ക്യാബിനിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അത് ജീർണിച്ച മൃതദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ പഴയ എണ്ണയുടെയോ വെളിച്ചെണ്ണയുടെയോ ഗന്ധമായിരുന്നില്ല. നനഞ്ഞ പഞ്ഞിയും തുണികളും കത്തിച്ചതിൻ്റെ ഗന്ധം. ഷിബു മൂക്കുപൊത്തി. എന്താണ് ഈ മണം? തമ്പി തലയാട്ടി. ശവമടക്കിന് ഉപയോഗിക്കുന്ന പഞ്ഞിയും തുണികളും മണക്കുന്നുണ്ടാവും. അവർ ആ മണം കൊണ്ട് നമ്മളെ പിന്തുടരും. നീ റേഡിയോയുടെ ശബ്ദം കൂട്ടിക്കോ. ഷിബു റേഡിയോയുടെ ശബ്ദം കൂട്ടി. ഒരു പഴയ മലയാളം പാട്ട് കേൾക്കാൻ തുടങ്ങി. പാട്ടിൻ്റെ വരികൾക്ക് പോലും വല്ലാത്തൊരു ദുഃഖഭാവം. ആ ശബ്ദം താൽക്കാലികമായി പുറകിൽ നിന്നുയരുന്ന ശബ്ദത്തെ മറച്ചെങ്കിലും തണുപ്പും ഗന്ധവും ഷിബുവിൻ്റെ ഉള്ളിലെ ഭയം ആളിക്കത്തിച്ചു. ലോറി കയറ്റം കയറുമ്പോൾ മുന്നിലെ വളവിൽ ഒരു കാഴ്ച ഷിബുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മൂടൽമഞ്ഞിന് ചെറിയൊരു ചുവപ്പ് നിറം. റോഡിൻ്റെ ഒരു വശത്ത് കാടിൻ്റെ ഇരുളിൽ 2 ചുവന്ന കണ്ണുകൾ. അതൊരു മൃഗത്തിൻ്റെ കണ്ണുകളാണോ? അല്ല, അത് വല്ലാതെ ഉയരത്തിലായിരുന്നു. ഒരു സാധാരണ മൃഗത്തിന് അത്ര ഉയരത്തിൽ കണ്ണുകളുണ്ടാകില്ല. ഷിബു ഞെട്ടി ബ്രേക്കിൽ ശക്തിയായി ചവിട്ടി. ലോറി ഒന്ന് കുലുങ്ങി നിന്നു. എന്താടാ നിർത്തിയത്? തമ്പി ചാടി എഴുന്നേറ്റു. അവിടെ എന്തോ ഉണ്ട്. ഷിബു ടോർച്ച് ലൈറ്റ് എടുത്ത് മുന്നിലേക്കടിച്ചു. ഇല്ല, അവിടെ ഒന്നുമില്ല. പുൽമേട്ടിൽ മഞ്ഞും കാറ്റും മാത്രം. ഷിബു, നിന്റെ കണ്ണുകൾ നിന്നെ ചതിക്കുകയാണ്. ഈ വഴിയിൽ ഇങ്ങനെ പലതും കാണും. അത് നിന്റെ മനസ്സിൻ്റെ തോന്നലാണ്. നീ വണ്ടിയെടുക്ക്. തമ്പി ഷിബുവിൻ്റെ കയ്യിൽ തട്ടി. അല്ല തമ്പി, ഞാൻ കണ്ടതാണ്. ചുവന്ന വലിയ 2 കണ്ണുകൾ. ഷിബു ലോറി വീണ്ടും മുന്നോട്ടെടുത്തു. പക്ഷെ അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ലോറി മുന്നോട്ട് പോകുമ്പോൾ ഷിബു റോഡിൽ നിന്നും കണ്ണെടുക്കാതെ ശ്രദ്ധിച്ചു. അടുത്ത വളവിൽ അതാ വീണ്ടും
ഇത്തവണ ചുവപ്പല്ല, നേർത്ത വെളുത്ത നിറത്തിലുള്ള ഒരു രൂപം, ഒരു മനുഷ്യൻ്റെ രൂപം. ആ രൂപം കൈകൾ വീശി ലോറിക്ക് കുറുകെ നിൽക്കുന്നു. ഒരു സ്ത്രീയുടെ രൂപമാണോ? വെളുത്ത വസ്ത്രം ധരിച്ച രൂപം. ഷിബു ഹെഡ്ലൈറ്റ് ഡിം ചെയ്ത് നോക്കി. ഇല്ല, അതവിടെ തന്നെ നിൽക്കുന്നു. ലോറി ആ രൂപത്തിലേക്ക് അടുക്കുന്തോറും ഷിബുവിന് തൻ്റെ ഭയം സഹിക്കാൻ കഴിയാതായി. അവൻ്റെ ശരീരം വല്ലാതെ ഉയർത്തു. ആ രൂപത്തെ ഇടിച്ചിട്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയില്ല. അവസാന നിമിഷം ഷിബു സ്റ്റിയറിംഗ് വീൽ വെട്ടിത്തിരിച്ചു. ലോറി റോഡിൽ നിന്നും തെന്നി മലഞ്ചെരുവിലേക്ക് വീഴാൻ തുടങ്ങി. അയ്യോ ഷിബു! തമ്പി അലറി. ബ്രേക്കിൽ ശക്തിയായി ചവിട്ടിയും തിരിച്ചും സ്റ്റിയറിംഗ് വീൽ വലത്തോട്ട് തിരിച്ചും ഷിബു ലോറിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ടയറുകൾ മണ്ണിലുരസി. എഞ്ചിൻ വലിഞ്ഞ് ലോറി ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കഷ്ടിച്ച് റോഡിൽ തന്നെ നിന്നു. ഷിബു ലോറിയുടെ ഡാഷ്ബോർഡിൽ തലയിടിച്ച് കിടന്നു. കിതയ്ക്കുന്നതിനിടയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇത് വെറും തോന്നലല്ല, ഇതവരാണ്. ഈ ലോഡിലെ ആത്മാക്കളാണ്. ഷിബു, എന്തുപറ്റി? നീ എന്തിനാണ് വണ്ടി വെട്ടി തിരിച്ചത്? തമ്പി അവനെ പിടിച്ചുയർത്തി. നീ കണ്ടില്ലേ? അവിടെ ഒരു സ്ത്രീ വെളുത്ത വസ്ത്രം ധരിച്ച് ലോറിക്ക് കുറുകെ നിൽക്കുന്നു. ഷിബുവിൻ്റെ ശബ്ദം വിറച്ചു. തമ്പി പുറകിലേക്ക് നോക്കി. എന്നിട്ട് ഷിബുവിനെ നോക്കി. അവൻ്റെ മുഖത്ത് സഹതാപം കലർന്ന ഭയം. അത് നീ ഓടിക്കുമ്പോൾ കണ്ടതാണ് ഷിബു. ആത്മാക്കൾക്ക് ഈ മഞ്ഞിലൂടെ സഞ്ചരിക്കാൻ എളുപ്പമാണ്. അവർ നിന്റെ മുന്നിൽ വരും. അവർ നിന്നെ പേടിപ്പിക്കും. പക്ഷേ നീ വണ്ടി നിർത്തരുത്. നിർത്തിയാൽ അവർ നിന്റെ ജീവനെടുക്കും. പൈസ വാഗ്ദാനം ചെയ്തിട്ടാണ് നീ ഇത് ഏറ്റെടുത്തത്. നീ പേടിച്ചോടിയാൽ അവർ നിന്നെ വെറുതെ വിടില്ല. തമ്പി പറഞ്ഞത് കേട്ടപ്പോൾ തൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഏകമാർഗം വണ്ടി ഓടിക്കുക മാത്രമാണെന്ന് ഷിബുവിന് തോന്നി. അവൻ വീണ്ടും കീ തിരിച്ചു. ലോറി വീണ്ടും മുന്നോട്ട് പാഞ്ഞു. ഷിബുവിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ എഞ്ചിൻ്റെ ശബ്ദത്തിലാണ്. ലോറി മല കയറുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നും എന്തോ ഒരു മാറ്റം. ഗൗരിയുടെ എഞ്ചിൻ ഒരൽപ്പം കൂടുതൽ വലിഞ്ഞതുപോലെ. അതിലും ഭീകരം, കാറ്റടിച്ചപ്പോൾ ലോറിയുടെ ഡീസൽ ടാങ്കിൻ്റെ സൈഡിൽ ഒരു നേരിയ ശബ്ദം, ചിലങ്ക കിലുങ്ങുന്നതുപോലൊരു ശബ്ദം. തനിക്ക് തോന്നിയതായിരിക്കും. ഈ മലങ്കാട്ടിൽ ഈ പാതിരാത്രിക്ക് ആര് ചിലങ്കാണിയാനാണ്? അവൻ റേഡിയോ ഓഫ് ചെയ്തു. ആ നിശബ്ദതയിൽ ആ ശബ്ദം കൂടുതൽ വ്യക്തമായി. അത് ലോറിയുടെ സൈഡിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഷിബുവിൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. തമ്പി, നീ ഇത് കേൾക്കുന്നുണ്ടോ? ചിലങ്കയുടെ ശബ്ദം. തമ്പി കണ്ണുകൾ തുറന്നു. അവൻ മെല്ലെ തലയാട്ടി. ഉണ്ട്, എനിക്കറിയാം. നീ അത് കേൾക്കാതിരുന്നാൽ മതി. അതെങ്ങനെ സാധിക്കും? അത് നമ്മുടെ കൂടെ ലോറിയുടെ സൈഡിലൂടെ ഓടുകയാണ്. തമ്പി ദീർഘമായി ശ്വാസമെടുത്ത് ഷിബുവിനെ നോക്കി. ഷിബു, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. പിന്നെ ഈ ചോദ്യം ചോദിക്കരുത്. നീ വണ്ടി ഓടിച്ചാൽ മാത്രം മതി. അതും പറഞ്ഞ് തമ്പി സീറ്റിനടിയിൽ നിന്നും കറുത്ത തുണിയിൽ പൊതിഞ്ഞ ഒരു ഭാണ്ഡം പുറത്തെടുത്തു. അതവൻ മെല്ലെ അഴിച്ചു. ആ തുണി അഴിച്ചപ്പോൾ ഷിബു കണ്ട കാഴ്ച അവനെ മാനസികമായി തകർത്തു. ആ തുണിക്കുള്ളിൽ 7 ജോഡി പഴയ പാദരക്ഷകൾ. അവയിൽ ചെളിയും മണ്ണും പറ്റിപ്പിടിച്ചിരിക്കുന്നു. ചിലത് തുകലിൻ്റെ പഴയ ചെരുപ്പുകൾ, ചിലത് ജീർണിച്ച ലെതർ ഷൂസുകൾ. ഒന്ന് ഒരു സ്ത്രീയുടേതാണ് എന്ന് തോന്നിക്കുന്ന കാലപ്പഴക്കമുള്ള ഒരു പാദരക്ഷ. ഷിബുവിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അവൻ കണ്ണുകൾ വിടർത്തി തമ്പിയെ നോക്കി. ഇതെന്താണ് തമ്പി? നീ എന്തിനാണ് ഇത് കൊണ്ടു നടക്കുന്നത്? ഇതാണ് ഷിബു, ഇതാണ് ഞാനിവിടെ കൊണ്ടുവന്ന ലോഡ്. ഈ അസ്ഥികളോടൊപ്പം അവരുടെ പാദരക്ഷകൾ കൂടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എടുത്തത് 6 പേരുടേതാണ്. പക്ഷെ അവിടെ 7ാമതൊരാൾ കൂടെ ഉണ്ടായിരുന്നു, ഏറ്റവും അവസാനത്തെ കുഴിയിൽ. ഞാൻ പേടിച്ച് അയാളുടെ അസ്ഥി എടുക്കാൻ മറന്നു. പക്ഷെ അയാൾക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ അയാളുടെ പാദരക്ഷ അങ്ങെടുത്തു. തമ്പി വിറയ്ക്കുന്ന കൈകളോടെ ആ 7ാമത്തെ പാദരക്ഷ ഷിബുവിന് നേരെ നീട്ടി. 7 പേരോ? 7ാമൻ്റെ കാര്യം നീ മറന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. നീ എന്താണ് 6 അസ്ഥികൾ മാത്രം എടുത്തത്? എന്തിനാണ് ഈ ചതി? ഷിബുവിന് ദേഷ്യവും ഭയവും ഒന്നിച്ചു വന്നു. തമ്പി ആ 7ാമത്തെ പാദരക്ഷ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. 6ാമത്തെ ആളിൻ്റെ അസ്ഥി എടുത്തപ്പോൾ അയാൾ എൻ്റെ കയ്യിൽ പിടിച്ചു. ആ തണുപ്പിൽ എൻ്റെ കയ്യിലെ എല്ലുകൾ തകർന്നു പോകുന്നത് പോലെ തോന്നി. അതുകൊണ്ടാണ് എനിക്ക് 7ാമത്തെ ആളിൻ്റെ അസ്ഥി എടുക്കാൻ കഴിയാഞ്ഞത്. ഞാൻ ഈ പാദരക്ഷ വെച്ച് അയാളെ സന്തോഷിപ്പിക്കാൻ നോക്കി. അതാണ് ആ ചിലങ്കിയുടെ ശബ്ദം. 7ാമത്തെ ആൾ നമ്മളോടൊപ്പം വരുന്നുണ്ട്. അത് കേട്ട് ഷിബുവിൻ്റെ കൈകൾ സ്റ്റിയറിംഗ് വീലിൽ ഉറച്ചുപോയി. ഇപ്പോൾ ലോറിക്ക് കുറുകെ ഓടുന്നത് ആ വെളുത്ത രൂപമാണ്. കിലുങ്ങുന്ന ചിലങ്കയുടെ ശബ്ദം. അത് ലോറിയുടെ സൈഡിലൂടെ തന്നോടൊപ്പം ഓടുകയാണ്. ഷിബു, നീ ഒരു കാര്യം ചെയ്യേ. നിന്റെ കയ്യിലുള്ള തകിട് അതിലേക്ക് നോക്കിക്കൊണ്ട് ഈ വരികൾ പറയേ. എൻ്റെ ദേഹത്ത് തട്ടരുത്, എൻ്റെ ലോഡിനെ തകർക്കരുത്, എൻ്റെ ലക്ഷ്യമെത്തുവോളം ദയയുണ്ടാകണം. ഇത് മാത്രം പറഞ്ഞാൽ മതി, വേഗം. ഷിബു കണ്ണുകളടച്ചു. തമ്പിയുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു. അവൻ ഭ്രാന്തമായ മനസ്സോടെ ആ മന്ത്രം ഉരുവിട്ടു. എൻ്റെ ദേഹത്ത് തട്ടരുത്, എൻ്റെ ലോഡിനെ തകർക്കരുത്,
ലക്ഷ്യമെത്തുവോളം ദയയുണ്ടാകണം. അതവൻ 3 തവണ ആവർത്തിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, ചിലങ്കിയുടെ ശബ്ദം പതുക്കെ നിലച്ചു. ലോറിയുടെ ക്യാബിനുള്ളിലെ തണുപ്പ് ഒരൽപ്പം കുറഞ്ഞതുപോലെ തോന്നി. ഷിബു കണ്ണുകൾ തുറന്നു. തമ്പിയുടെ മുഖത്ത് നേരിയ ഒരു ആശ്വാസം. ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഷിബു. ഇനി അവർ ശബ്ദമുണ്ടാക്കില്ല. പക്ഷേ നീ നിന്റെ വാക്ക് പാലിക്കണം. നമ്മളിത് അവിടെ എത്തിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. ഇനി നമുക്ക് സംസാരിക്കേണ്ട. ഞാൻ വഴി പറഞ്ഞു തരാം. നീ വണ്ടി ഓടിച്ചാൽ മതി. ഇടുക്കിയിലെ പാതകൾക്ക് രാത്രിയിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം അത് പേടിപ്പെടുത്തുന്ന സൗന്ദര്യമായിരുന്നു. ലോറി വളവും തിരിവും കയറി മുന്നോട്ടു പോയി. സമയം 3 മണിയോടടുക്കുന്നു. മലമുകളിൽ നിന്നും വരുന്ന തണുത്ത കാറ്റിന് ഇപ്പോൾ ഉപ്പിൻ്റെ ഒരു നേരിയ ഗന്ധം. അത് കടലിൻ്റെ ഗന്ധമായിരുന്നില്ല, പഴയ രക്തം ഉണങ്ങിയതിൻ്റെ ഗന്ധം. ഷിബുവിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തമ്പി വഴി പറഞ്ഞു കൊടുത്തു. ഇവിടെ നിന്നും വലത്തോട്ട് തിരിയണം. ഈ വഴി ആർക്കും അറിയാത്തതാണ്. പഴയൊരു തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി. ഷിബു ലോറി വലത്തേക്ക് തിരിച്ചു. വഴി വീണ്ടും മോശമായി. കുണ്ടും കുഴികളും നിറഞ്ഞ ടാറിളകിപ്പോയ ഒരു തോട്ടം റോഡ്. ചുറ്റും കാപ്പിച്ചെടികളും ഏലത്തോട്ടങ്ങളും. തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഇരുവശത്തും നിഴലുകൾ ചലിക്കുന്നത് പോലെ ഷിബുവിന് തോന്നി. അവൻ പേടിച്ച് ഹെഡ്ലൈറ്റ് ഹൈ ബീമിലിട്ടു. അവിടെ കാപ്പിച്ചെടികൾക്കിടയിൽ 6 നേർത്ത വെളുത്ത രൂപങ്ങൾ. ഇത്തവണ അവ കൈകൾ വീശുന്നില്ല. അവർ ലോറിയെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. ഷിബുവിൻ്റെ ശരീരം തളർന്നു. അവൻ ആക്സിലേറ്ററിൽ കാൽ വെച്ച് കണ്ണുകൾ അടച്ച് മുന്നോട്ടു പോയി. കാണുന്നുണ്ടല്ലേ? തമ്പി ചിരിച്ചു. ഭീകരമായ ചിരി. എന്താണ് തമ്പി ഇത്? അവർ നമ്മളെ വളയുകയാണോ? അതെ, അവർക്ക് സമാധാനമില്ല. ഈ ലോഡിലെ ഓരോ അസ്ഥിക്കും അവകാശികളുണ്ട് ഷിബു. അവർക്ക് വേണ്ടത് അവരുടെ പഴയ വീടാണ്. അതില്ലെങ്കിൽ അവർ യാത്ര തുടരും നമ്മളോടൊപ്പം. ഷിബുവിൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. എടാ തമ്പി, ഈ അസ്ഥികൾക്ക് എന്താണ് ഇത്രയും ശക്തി? ഇത് സാധാരണ അസ്ഥികളല്ലേ? 100 വർഷം പഴക്കമുള്ളവയല്ലേ? തമ്പി തലയാട്ടി. ഇതൊരു പഴയ ശ്മശാനമാണ് ഷിബു. ഇവിടെ കുഴിച്ചിട്ടവരെല്ലാം കോളറ പോലുള്ള മഹാമാരികളിൽ മരിച്ചവരാണ്. അന്ന് മരണപ്പെട്ടവരെല്ലാം സമാധാനത്തിലായിരുന്നില്ല. പെട്ടെന്നുള്ള മരണം. അവരുടെ ആത്മാക്കൾ ഇപ്പോഴും അലയുന്നുണ്ടാവും. അതിലും ഭീകരം, അവിടെ കുഴിച്ചിട്ടവരിൽ ഒരാൾ കൊലപാതകത്തിന് ഇരയായതാണ്. അയാളുടെ അസ്ഥിയും ഈ ചാക്കിലുണ്ട്. കൊലപാതകത്തിനിരയായ ഒരാൾ. ഷിബുവിന് ഭ്രാന്തെടുക്കുന്നത് പോലെ തോന്നി. അവൻ്റെ ശരീരം വിയർപ്പിൽ കുളിച്ചു. എന്താടാ നീ പറയുന്നത്? സത്യമാണ് ഷിബു. ഞാനിപ്പോൾ ആ കൊലപാതകയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് ആ 7ാമത്തെ ആളെക്കുറിച്ചാണ്. ആ പാദരക്ഷയുടെ ഉടമസ്ഥൻ. അയാൾക്ക് സമാധാനമില്ല. ബാക്കി 6 പേരും അവരുടെ അസ്ഥികൾ ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ പോകും. പക്ഷേ 7ാമത്തെ ആൾ, അയാൾക്ക് അസ്ഥിയില്ല. അയാൾ നമ്മളെ വിടില്ല. ഷിബു സ്റ്റിയറിംഗ് വീലിൽ കൈയമർത്തി. നിനക്കിതെല്ലാം നേരത്തെ അറിയാമായിരുന്നോ തമ്പി? തമ്പി താടിയൊഴിഞ്ഞു. കുറച്ചൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് 80,000 രൂപ തരാമെന്ന് പറഞ്ഞത്. ഈ പണി ചെയ്യുന്നവൻ ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ഭ്രാന്തനാകും. എനിക്ക് മരിക്കാൻ പേടിയാണ് ഷിബു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. തമ്പിക്ക് തന്നോട് യാതൊരു ദയയുമില്ലെന്ന് ഷിബുവിന് മനസ്സിലായി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി തമ്പി തന്നെ ഒരു മരണക്കെടിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ലോറി കയറ്റം കയറി മലയുടെ മുകളിലെത്തി. ഒരു പഴയ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറിയുടെ മതിലിനടുത്ത് വണ്ടി നിർത്താൻ തമ്പി പറഞ്ഞു. ദാ ഇവിടെയാണ് ലോഡ് ഇറക്കേണ്ടത്. ഷിബു ബ്രേക്ക് ചവിട്ടി. ലോറി നിന്നപ്പോൾ ഷിബുവിൻ്റെ ചെവിയിൽ അവൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ശബ്ദം വീണ്ടും മുഴങ്ങി. അതും കൂടുതൽ വ്യക്തമായി, തൊട്ടടുത്ത്. ഇപ്പോൾ അത് ബോഡിയിൽ നിന്നല്ല ഉയരുന്നത്. അത് ക്യാബിനകത്തു നിന്നുമാണ് വരുന്നത്. ഷിബുവിൻ്റെ പിറകിൽ, ഡ്രൈവിംഗ് സീറ്റിൻ്റെ പിറകിലായി വെച്ചിരുന്ന ചാക്കുകൾക്കിടയിൽ നിന്നും. തമ്പി, ശബ്ദം ഇവിടെ ക്യാബിനിലാണ്. ഷിബു കണ്ണുകൾ ഇറുക്കിയടച്ചു. തമ്പി തൻ്റെ കയ്യിലുള്ള തകിട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ ശരീരം ഭയം കൊണ്ട് കുഴഞ്ഞുപോയിരുന്നു. ഇല്ല, ഇനി രക്ഷയില്ല. അവർ നമ്മുടെ കൂടെ കയറിക്കഴിഞ്ഞിരിക്കുന്നു. നീ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി ഓടി രക്ഷപ്പെടാൻ നോക്ക്, തമ്പി നിലവിളിച്ചു. ആ സമയത്ത് ഷിബുവിൻ്റെ സീറ്റിന് പുറകിൽ ഒരു മനുഷ്യൻ്റെ നഖം സീറ്റിൽ വരയുന്ന ശബ്ദം കേട്ടു. ഷിബുവിന് ആ സീറ്റ് കഷ്ണം തൻ്റെ ദേഹത്ത് തട്ടുന്നത് പോലെ തോന്നി. അവൻ കണ്ണുകൾ തുറന്ന് ബാക്ക് മിററിലേക്ക് നോക്കി. ഇല്ല, അവിടെ ഒന്നുമില്ല. സീറ്റിൽ ഒരു നേർത്ത വര മാത്രം. പക്ഷേ ആ വരയുടെ രൂപം, അത് ഒരു തലയോട്ടിയുടെ രൂപം പോലെ. ഷിബുവിൻ്റെ നിയന്ത്രണം വിട്ടു. അവൻ ലോറിയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. തമ്പിയെ വിളിക്കാൻ പോലും അവൻ നിന്നില്ല. പുറത്ത് കട്ടിയുള്ള മഞ്ഞ്. അവനോടി മുന്നോട്ട് മലഞ്ചെരുവിലൂടെ. തമ്പിയുടെ ശബ്ദം പിറകിൽ നിന്നും കേട്ടു. ഷിബു, നീ എന്നെ ചതിക്കരുത്, എന്നെ ഒറ്റയ്ക്കാക്കരുത്. ഷിബു തിരിഞ്ഞു നോക്കിയില്ല. അവനോടി. ആ സമയം ലോറിയുടെ എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം. ലോറി ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങി. ഷിബു ഞെട്ടിത്തരിച്ചുപോയി.
അവൻ്റെ ലോറി. ഗൗരി അത് തനിയെ ഓടുകയാണ്. ലോറിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഷിബു ആ കാഴ്ച കണ്ടു. ലോറി ഓടിക്കുന്നത് തമ്പിയല്ല. ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളുമില്ല. സ്റ്റിയറിംഗ് വീൽ തനിയെ തിരിയുന്നു. ലോറി നേരെ മുന്നോട്ട് നീങ്ങി ഫാക്ടറിയുടെ മതിലിൻ്റെ മൂലയിലേക്ക്. ഒരു വലിയ ശബ്ദത്തോടെ ഗൗരി മതിലിൽ ചെന്നിടിച്ചു നിന്നു. ഷിബുവിന് തല കറങ്ങുന്നതുപോലെ തോന്നി. അവൻ കാൽ തന്നെ നിലത്ത് വീണു. നിലത്ത് കിടന്നുകൊണ്ട് തലയുയർത്തി നോക്കിയപ്പോൾ അവൻ കണ്ടത് മതിലിൽ ഇടിച്ചു നിന്ന ലോറിയുടെ ബോഡിയിൽ നിന്നും 6 കൈകൾ ഉയർന്നു വരുന്നതാണ്. അവർ സന്തോഷത്തോടെ മതിലിൽ തട്ടുന്നു. അവരുടെ യാത്ര അവസാനിച്ചിരിക്കുന്നു. ഷിബു പേടിച്ച് കൈകൾ കൊണ്ട് മുഖം പൊത്തി നിലത്ത് കിടന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. അവൻ്റെ അടുത്ത് നിലത്ത് 7 പേരുടെ പാദരക്ഷകൾ. തമ്പി എവിടെ പോയി? ഷിബു എഴുന്നേറ്റ് ലോറിയിലേക്ക് നോക്കി. ക്യാബിൻ തുറന്നു കിടക്കുന്നു. തമ്പി അവിടെയില്ല. ഷിബു പേടിച്ച് ക്യാബിനിലേക്ക് ചെന്നു. തമ്പിയുടെ കയ്യിലുണ്ടായിരുന്ന തകിട് നിലത്ത് കിടക്കുന്നു. സീറ്റിൽ തമ്പിയില്ല. അവൻ എവിടെ പോയി? ഷിബുവിന് വിശ്വാസം വന്നില്ല. 6 പേരുടെ അസ്ഥികളും 7 പേരുടെ പാദരക്ഷകളും. 7ാമത്തെ ആൾ, അയാളാണോ തമ്പിയെ കൊണ്ടുപോയത്? ഷിബു ഫാക്ടറി മതിലിനടുത്തേക്ക് നടന്നു. അവൻ മെല്ലെ മതിലിൽ തലോടി. എൻ്റെ ലോറി, എൻ്റെ ഗൗരി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവന് മനസ്സിലായി, ഈ യാത്ര തമ്പിയുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ല. അത് 7ാമത്തെ ആളിനു വേണ്ടി ലോഡ് ഇറക്കി കൊടുക്കാനുള്ള ഒരു വഴി മാത്രമായിരുന്നു. പെട്ടെന്ന് മതിലിനപ്പുറത്ത് ഒരു നേരിയ ശബ്ദം, ചിരിക്കുന്ന ശബ്ദം. ഷിബു പേടിച്ച് പുറകോട്ട് വലിഞ്ഞു. അവൻ്റെ കാതുകളിൽ ആ ചിരി മുഴങ്ങി. നിന്റെ ഗൗരി ഞങ്ങളുടേതായിരിക്കും. നീയും വരും ഞങ്ങളോടൊപ്പം. ആ ശബ്ദം ആരുടേതായിരുന്നു? തമ്പിയുടെ ശബ്ദമായിരുന്നോ അതോ മറ്റാരുടെയെങ്കിലും? ഷിബു തിരിഞ്ഞോടി. അവൻ ആ മലഞ്ചെരുവിലൂടെ താഴേക്കോടി. ലോറിയോ പണമോ സൗഹൃദമോ ഒന്നും അവന് വേണ്ട. ജീവൻ മാത്രം മതി. അവൻ ഓടി. ആ മലഞ്ചെരുവ് കടന്ന് താഴെ ഹൈവേയിലെത്തും വരെ ഓടി. ജീവൻ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ ഷിബു ആ മലയിടുക്കിലൂടെ താഴേക്കോടി. മുള്ളുകളും കല്ലുകളും അവൻ്റെ ശരീരത്തിൽ പോറലുകളേൽപ്പിച്ചു. അവനപ്പോൾ വേദന അറിഞ്ഞില്ല. ചെവിയിൽ ആ മതിലിൽ ഇടിച്ച ലോറിയുടെ ശബ്ദവും തമ്പിയുടെ നിലവിളിയും അതിലുപരിയായി ആത്മാക്കളുടെ വിജയാഘോഷമായ ചിരിയും മാത്രം മുഴങ്ങി നിന്നു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. 7ാമത്തെയാൾ തൻ്റെ പിന്നാലെ ഉണ്ടാകുമോ എന്ന ഭയം അവനെ ഭ്രാന്തനാക്കി. ദൂരേക്ക് ഓടുന്നതിനിടയിൽ നിലത്തുണ്ടായിരുന്ന 7 ജോഡി പാദരക്ഷകൾ വീണ്ടും അവൻ്റെ കണ്ണിൽപ്പെട്ടു. അതാ അവ ഓരോന്നായി സ്വയം നീങ്ങി തന്നെ പിന്തുടരുന്നു. ഷിബുവിന് ഉറപ്പായി, തമ്പിയെ കൊണ്ടുപോയത് ആ 7ാമത്തെ ആത്മാവാണ്. മലയിടുക്കിറങ്ങി ഏതാനും കിലോമീറ്ററുകൾ ഓടിക്കഴിഞ്ഞപ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ നേർത്ത ചുവപ്പ് വെളിച്ചം കണ്ടു തുടങ്ങി. പുലരിയുടെ വെളിച്ചം. ആ വെളിച്ചം അവന് ഒരു രക്ഷാകവചമായി തോന്നി. സൂര്യരശ്മി പതിച്ചപ്പോൾ തണുപ്പും ഭയവും ഒരൽപ്പം കുറഞ്ഞു. അവൻ റോഡിൻ്റെ വക്കിലെ ഒരു കാട് പിടിച്ച കലുങ്കിനരികിൽ തളർന്നു വീണു. ശരീരം മുഴുവൻ ചെളിയും വിയർപ്പുമാണ്. പേടിച്ചു വിറങ്ങലിച്ചു പോയതിൻ്റെ ഫലമായി വായിൽ നിന്നും ഉമിനീർ പോലും വരുന്നില്ല. വെളിച്ചം പൂർണ്ണമായും പരന്നു. കാടിൻ്റെ നിശബ്ദത മാറി. പക്ഷികളുടെ ശബ്ദം കേട്ടു തുടങ്ങി. ഷിബു തലയുയർത്തി നോക്കി. താൻ രക്ഷപ്പെട്ടിരിക്കുന്നു. സഹായത്തിനായി ഷിബു പോലീസിനെ സമീപിച്ചു. പക്ഷെ സംഭവിച്ച കാര്യങ്ങളൊന്നും അവന് പറയാൻ കഴിഞ്ഞില്ല. അസ്ഥികളും ആത്മാക്കളും ചിലങ്കയുടെ ശബ്ദവും എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് തന്നെ ഭ്രാന്താശുപത്രിയിലാക്കുമെന്ന് അവനറിയാമായിരുന്നു. അവനാകെ പറഞ്ഞത്, എൻ്റെ സുഹൃത്ത് തമ്പി എന്നെ ഒരു ഓട്ടത്തിന് വിളിച്ചു. രാത്രിയിൽ ഒരു മലയോരത്ത് വെച്ച് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി ഓടി. തിരിഞ്ഞു നോക്കിയപ്പോൾ വണ്ടിയും തമ്പിയും അവിടെയില്ല. പോലീസ് കേസെടുത്തു. ലോറി മോഷണം പോയ കേസിലും തമ്പിയെ കാണാതായ കേസിലും. ദിവസങ്ങൾക്ക് ശേഷം ഷിബു പറഞ്ഞ സ്ഥലത്ത് മതിലിൽ ഇടിച്ചു തകർന്ന നിലയിൽ ഗൗരിയെ കണ്ടെത്തി. ക്യാബിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോറിയുടെ ബോഡി തകർന്നിരുന്നു. അതിനുള്ളിലെ ചാക്കുകൾ, അവയെല്ലാം ശൂന്യമായിരുന്നു. ഒരൊറ്റ എല്ലിൻ കഷ്ണം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഫാക്ടറി മതിലിനപ്പുറം ലോഡ് ഇറക്കിയതിൻ്റെ യാതൊരു അടയാളവും കണ്ടില്ല. പോലീസ് തമ്പിയെക്കുറിച്ച് അന്വേഷിച്ചു. നാട്ടുകാരോടും ബന്ധുക്കളോടും ചോദിച്ചു. പക്ഷേ തമ്പിയെ ആരും കണ്ടിട്ടില്ല. അവൻ്റെ ശരീരം ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും വിശ്വസിച്ചത് ഷിബുവിൻ്റെ കൂട്ടുകാരൻ തമ്പി ലോറിയും കൊണ്ട് കടന്നു കളഞ്ഞു, അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചു എന്നും ഷിബു ഭയം കാരണം കള്ളം പറയുന്നു എന്നുമായിരുന്നു. ലോറിക്ക് ഇൻഷുറൻസ് പണം ലഭിച്ചെങ്കിലും ഷിബുവിന് ആ പണം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ലോറി ഡ്രൈവർ ജോലി ഉപേക്ഷിച്ചു. പിന്നീടുള്ള അവൻ്റെ ജീവിതത്തിൽ ലോറി, രാത്രിയാത്ര, ചുവന്ന തുണി, മണ്ണെണ്ണ വിളക്ക് എന്നീ വാക്കുകൾ പോലും ഭയം സൃഷ്ടിച്ചു. ഷിബു ഇപ്പോൾ പാലായ്ക്കടുത്ത് ഒരു ചെറിയ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നു. അവൻ്റെ കണ്ണുകളിൽ എപ്പോഴും ഭയം നിഴലിക്കുന്നുണ്ടാകും. ഇരുട്ട് കണ്ടാൽ അവൻ പേടിക്കും. തൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നാൽ പോലും അവൻ ഞെട്ടിത്തെറിക്കും. അതായിരുന്നു ഷിബുവിൻ്റെ അവസ്ഥ. അവൻ്റെ ജീവിതം സാധാരണഗതിയിലായി എന്ന് തോന്നി തുടങ്ങിയ ഒരു ദിവസം ഷിബു താമസിക്കുന്ന ഒറ്റമുറി വീടിൻ്റെ വാതിലിൽ ആ ശബ്ദം.
ലോറിയിൽ കേട്ട അസ്ഥികൾ ഉരസുന്ന അതേ ശബ്ദം. ഷിബു കട്ടിലിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. അവൻ ഹൃദയം കൈകൊണ്ടുപൊത്തി വാതിലിനടുത്തേക്ക് പോയി. ആരുമില്ല. വാതിലിന് പുറത്ത് എല്ലാം ശാന്തം. അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ മുറിയുടെ മൂലയിൽ തറയിൽ ഒരു ജോഡി പാദരക്ഷകൾ, ജീർണിച്ച ലെതർ ഷൂസ്. തമ്പി തൻ്റെ കയ്യിൽ തന്ന 7ാമത്തെ പാദരക്ഷയുടെ അതേ രൂപം. ഷിബു നിലവിളിച്ചില്ല. അവന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശരീരം വിറച്ചു. ഷിബുവിനറിയാം, 6 അസ്ഥികൾ ലക്ഷ്യസ്ഥാനത്തെത്തി. പക്ഷേ 7ാമത്തെ ആൾക്ക് തൻ്റെ അസ്ഥിയോ പാദരക്ഷയോ ലോറിയോ വേണ്ട. അയാൾക്ക് വേണ്ടത് തമ്പിയെപ്പോലെ രാത്രിയിൽ കൂടെ യാത്ര ചെയ്യാൻ ഒരൊറ്റ ആളെ മാത്രമാണ്. എല്ലാ രാത്രികളിലും നേർത്ത ഒരു ചിലങ്കയുടെ കിലുക്കം ഷിബുവിൻ്റെ വീടിന് ചുറ്റും കേൾക്കാം. ആ ചിലങ്കയുടെ ഉടമസ്ഥൻ ഷിബുവിനെ കാത്തിരിക്കുകയാണ്. കാരണം അവൻ്റെ യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല. ആ 7ാമത്തെ ആത്മാവ് ഷിബുവിൻ്റെ ഗൗരിയിൽ കയറാതെ അവൻ്റെ ദേഹത്തിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ്റെ പുതിയ വാഹനം ഷിബുവിൻ്റെ ശരീരം തന്നെയായിരിക്കും. അവൻ്റെ വിധി പൂർണ്ണമായും നിർണയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവൻ ഒരു ഭ്രാന്തനെ പോലെ ആ 7ാമത്തെ ആളിനെ ചുമന്നുകൊണ്ട് ഈ ലോകത്തിലൂടെ യാത്ര തുടരും, അവൻ്റെ ജീവിതാവസാനം വരെ.